സെൻസസിൽ ചോദിക്കുന്ന 33 ചോദ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇത് രാജ്യത്തെ എല്ലാ കുടുംബാംഗങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2027 ഇന്ത്യയുടെ ജനസംഖ്യാ സെൻസസ് ആണ്. സെൻസസ് എന്നത് രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളെയും അവരുടെ വീടുകളെയും കുറിച്ച് ഉള്ള വിവരങ്ങൾ സർക്കാർ ഔദ്യോഗികമായി ശേഖരിക്കുന്ന ദേശീയ കണക്കെടുപ്പാണ്. സെൻസസിന്റെ പ്രധാന ലക്ഷ്യം രാജ്യത്ത് എത്ര പേർ ജീവിക്കുന്നു, എത്ര വീടുകളുണ്ട്, എവിടെയാണ് ജനസംഖ്യ കൂടുതലുള്ളത്, എവിടെയാണ് കുടിവെള്ളം, വൈദ്യുതി, ശൗചാലയം എന്നീ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുള്ളത് എന്നിങ്ങനെയുള്ള വികസന പദ്ധതികൾക്ക് ആവശ്യമായ സ്ഥിതിവിവര കണക്കുകൾ തയ്യാറാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ വിവരങ്ങൾ ഭാവിയിൽ വിവിധ സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും വികസന പ്രവർത്തനങ്ങൾ നടത്താനും ഉപയോഗിക്കും. സെൻസസിൽ ചോദിക്കാവുന്ന പ്രധാന വിവരങ്ങൾ: കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം, പേര്, പ്രായം, ലിംഗം, വിവാഹസ്ഥിതി, വിദ്യാഭ്യാസം, തൊഴിൽ, വരുമാനമാർഗം, മതം, മാതൃഭാഷ, മറ്റ് ഭാഷകൾ അറിയാമോ, ഭിന്നശേഷിയുണ്ടോ, കുടിയേറ്റ വിവരങ്ങൾ, വീടിൻ്റെ ഉടമസ്ഥാവകാശം, വീടിൻ്റെ തരം, കുടിവെള്ള സൗകര്യം, ശുചിമുറി സൗകര്യം, വൈദ്യുതി കണക്ഷൻ, പാചകത്തിന് ഉപയോഗിക്കുന്ന ഇന്ധനം, ഇൻ്റർനെറ്റ് സൗകര്യം, മൊബൈൽ ഫോൺ ഉപയോഗം, വാഹനങ്ങളുടെ വിവരം, മറ്റ് സാമൂഹിക സാമ്പത്തിക വിവരങ്ങൾ. മാധ്യമങ്ങളിൽ 33 പ്രധാന ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ അന്തിമ ചോദ്യാവലി സർക്കാർ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച ശേഷമേ കൃത്യമായി അറിയാൻ കഴിയൂ. കൂടാതെ പലർക്കുമുള്ള സംശയമാണ് റേഷൻ കാർഡ് BPL ആകുമോ ഇല്ലയോ എന്നത്. ഇപ്പോൾ വരെ 2027 സെൻസസ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ റേഷൻ കാർഡ്, BPL, APL, മുൻഗണനാ വിഭാഗങ്ങൾ എന്നിവ മാറ്റുമെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ സെൻസസ് വഴി ശേഖരിക്കുന്ന വിവരങ്ങൾ ഭാവിയിൽ ക്ഷേമ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും അർഹത നിർണ്ണയിക്കുന്നതിനും സഹായകമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സെൻസസ് സമയത്ത് നൽകുന്ന വിവരങ്ങൾ കൃത്യമായിരിക്കണം. സെൻസസിൽ തെറ്റായ വിവരം നൽകിയാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നിയമപ്രകാരം മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകുകയോ വിവരങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കണം. അതിനാൽ കൃത്യമായ വിവരങ്ങൾ മാത്രമേ നൽകാവൂ. കൂടാതെ അവസാനമായി സെൻസസിന്റെ അറിയിപ്പുകൾ വന്നാൽ മാത്രമേ BPL, റേഷൻ കാർഡ് മാറ്റം, പുതിയ മാനദണ്ഡങ്ങൾ, 33 ചോദ്യങ്ങളുടെ അന്തിമ പട്ടിക എന്നിവ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ വാർത്തകളും വിശ്വസിക്കാതെ ഔദ്യോഗികമായ അറിയിപ്പുകൾ മാത്രം പിന്തുടരാൻ ശ്രമിക്കുക. ഇതിന്റെ ഔദ്യോഗികമായ വാർത്തകൾ വരികയാണെങ്കിൽ അത് ഈ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.